നിങ്ങൾ തോൽപ്പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ? ഉത്സവ സമയങ്ങളിൽ മാത്രം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന തോൽപ്പാവക്കൂത്ത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം തട്ടകത്തിലെ തോൽപ്പാവക്കൂത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തട്ടകത്തിൽ ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ 7 ദിവസവും തുടർച്ചയായിട്ട് രാത്രി തോൽപ്പാവക്കൂത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അമ്പലത്തിലെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് വെളിച്ചപ്പാട് അരി എറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കൂത്തുമാടം കൊട്ടിപ്പുറപ്പെടല്. ഇതുപോലെ കൊട്ടും മേളയൊക്കെ ആയിട്ടാണ് നേരെ കൂത്തുമാടത്തിലേക്ക് പോവാറ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കേട്ടോ പ്രധാനമായിട്ടും ഈ ഒരു പുരാതന കല കണ്ടുവരാറുള്ളത്. വിളക്കിന്റെ വെളിച്ചത്തിൽ തിരശീലയ്ക്ക് പിന്നിലായിട്ട് പാവകൾ ചലിപ്പിച്ചാണ് കേട്ടോ അവിടെ രാമായണം കഥ അവതരിപ്പിക്കാറ്. കൂത്തുമാടം കൊട്ടിക്കേറി ചടങ്ങുകൾക്ക് ശേഷം വിളക്ക് വെച്ച് തിരശീലയ്ക്ക് പിന്നിലായി തോൽപ്പാവകൾ വെക്കുകയാണ് പതിവ്. കമ്പരാമായണത്തിലെ രാമരാവണ യുദ്ധമാണ് കേട്ടോ നമ്മൾ പൊതുവെ തോൽപ്പാവക്കൂത്തിൽ കണ്ടുവരാറ്. 7 ദിവസങ്ങളിലായിട്ടാണ് നമ്മളുടെ അമ്പലത്തിൽ ഈ ഒരു കഥ കാണാറുള്ളത്. ദേവിയുടെ ദാരികവധ സമയത്താണത്രേ രാമരാവണ യുദ്ധം നടക്കുന്നത്. അത് നേരിട്ട് കാണാൻ പറ്റാത്തതിനാലാണത്രേ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ഒരു രാമരാവണ യുദ്ധം തോൽപ്പാവക്കൂത്തായി നടക്കുന്നത് എന്നാണ് സങ്കല്പം. തോലുകൾ കൊണ്ടുണ്ടാക്കിയ പാവകൾ ഉപയോഗിച്ചാണ് കേട്ടോ ഈ ഒരു നിഴൽ നാടകം നടക്കുന്നത്. വിഘ്നേശ്വര സ്തുതിയോട് കൂടിയിട്ടാണ് കേട്ടോ കൂത്ത് ആരംഭിക്കാറ്. ഏകദേശം രാത്രി 10:30 മുതൽ പുലർച്ചെ 4:30 വരെയാണ് കേട്ടോ കൂത്തുണ്ടാവാറ്. അമ്പലങ്ങളിൽ പൊതുവെ കൂത്തിന് ചലനങ്ങൾ ഭയങ്കര കുറവാണ് കേട്ടോ, ശ്ലോകങ്ങളാണ് കൂടുതൽ. അങ്ങനെ ഏകദേശം കുറേ നേരം കൂത്ത് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിൽ പോയി. നിങ്ങളുടെ തട്ടകത്തിലുള്ള അമ്പലങ്ങളിൽ ഇതുപോലെ തോൽപ്പാവക്കൂത്ത് നടക്കാറുണ്ടോ? നിങ്ങൾ തോൽപ്പാവക്കൂത്ത് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ അമ്പലങ്ങളിലാണ് ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അപ്പോൾ ബായ്.